കണ്ണൂർ രാഷ്ട്രീയത്തിലെ ബദ്ധവൈരികളെന്ന് വിശേഷിക്കപ്പെടുന്ന കെ സുധാകരനെയും പി ജയരാജനെയും ചലച്ചിത്ര താരം സലീം കുമാർ ഒരേ വേദിയിൽ ഒരുമിച്ചിരുത്തി. സലീം കുമാർ സംവിധാനം ചെയ്ത രണ്ടാമത്തെ ചിത്രമായ കറുത്ത ജൂതന്മാരുടെ സ്വിച്ച് ഓൺ നിർവഹിക്കാനാണ് ഇരുവരും ഒന്നിച്ചെത്തിയത്. കണ്ണൂരിന്റെ സമീപകാല രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറെ സവിശേഷതകളുള്ള ഒരു ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്. രാഷ്ട്രീയ കളത്തിൽ വാശിയോടെ നേർക്കുനേർ പോരടിക്കുന്ന കെ സുധാകരനും പി ജയരാജനും ഒരേ വേദിയിൽ. ഇരുവരും ഒന്നിച്ച് എത്തുമോ എന്നായിരുന്നു പരിപാടി തുടങ്ങും വരെ സംഘാടകരുടെ ആശങ്ക. ഒടുവിൽ രണ്ടുപേരും എത്തി, ഒന്നിച്ചിരുന്നു. പ്രസംഗിച്ചവർ സിനിമാക്കാര്യം വിട്ട് ഇരുവരെയും ഒന്നിച്ചിരുത്തിയ കാര്യം വിശദീകരിച്ചു. ആദ്യം ആരെ പ്രസംഗിക്കാൻ ക്ഷണിക്കണമെന്ന് അധ്യക്ഷൻ ടി വി രാജേഷിന് സംശയം. ഒടുവിൽ കെ സുധാകരനെ തന്നെ ക്ഷണിച്ചു. ശത്രുത രാഷ്ട്രീയത്തിൽ മാത്രമെന്ന് സുധാകരൻ. ജയരാജനും ഞാനും രണ്ട് ധ്രുവത്തിൽ തന്നെയാണ്. ശക്തമായ അഭിപ്രായ വ്യത്യാസമുള്ളവരാണ്. നിലപാടുകളിൽ ഉറച്ചു നിൽക്കുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും, സ്വാഭാവികം. അടുത്തതായി പ്രസംഗിക്കാനെത്തിയ പി ജയരാജൻ കെ സുധാകരനുമായുള്ള പഴയകാല ഓർമ്മകൾ പങ്കുവച്ചതോടെ കാണികളുടെയും സംഘാടകരുടെയും പിരിമുറുക്കം അയഞ്ഞു. KSUവിനകത്ത് വളർപ്പുണ്ടായി. അദ്ദേഹം സംഘടന KSU. ആ സംഘടന KSUവിന്റെ നേതാവെന്ന നിലക്ക് അദ്ദേഹം കണ്ണൂരിലെ CPMന്റെ ആഫീസിൽ വന്ന കാര്യം ഞാൻ ഓർക്കുക. ഇപ്പോൾ അടിയന്തരാവസ്ഥയുടെ കാലം. ഇരുവരെയും ഒന്നിച്ചിരുത്തിയതിന്റെ ഗുട്ടൻസ് സലീം കുമാർ വെളിപ്പെടുത്തിയതോടെ സദസ്സിൽ പിന്നെ കൂട്ടച്ചിരിയായി. അപ്പോൾ എന്റെ സിനിമയുടെ സ്വിച്ച് ഓൺ ചെയ്യണമെന്നും രണ്ട് സിംഹങ്ങളായിരിക്കണമെന്ന് നിർബന്ധമുണ്ട് എനിക്ക്. തുടർന്ന് കറുത്ത ജൂതന്മാർ എന്ന സിനിമയുടെ സ്വിച്ച് ഓൺ കർമ്മം പി ജയരാജൻ നിർവഹിച്ചു. കെ സുധാകരൻ ക്ലാപ്പ് അടിച്ചു. ക്യാമറമാൻ ലിമേഷ് ചെറുവഴിക്കൊപ്പം യദു നാരായണൻ, റിപ്പോർട്ടർ, കണ്ണൂർ.